ഹലോ ഫ്രണ്ട്സ്, PSC കരിയേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഭരണഘടനയുമായി ബന്ധപ്പെട്ട കുറേയധികം PYQs ഡിസ്കസ് ചെയ്യാനുള്ള സെക്ഷനാണ്. ഇന്ത്യയുടെ ഭരണഘടന പ്രാബല്യത്തിൽ വന്നത് എപ്പോഴാണ്? 1950 ജനുവരി 26. 1950 ജനുവരി 26 ഇന്ത്യയുടെ ഭരണഘടന പ്രാബല്യത്തിൽ വന്നു. ഇന്ത്യയുടെ ഭരണഘടന തയ്യാറാക്കിയ ഭരണഘടനാ സഭയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഭരണഘടനയുടെ കരട് തയ്യാറാക്കിയ സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമായ എഴുതപ്പെട്ട ഭരണഘടന ഏത് രാജ്യത്തിൻ്റെതാണ്? ഇന്ത്യയുടേതാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ അടിസ്ഥാന അവകാശങ്ങൾ എത്രയാണ്? 6 ആണ്. ആദ്യം 7 ആയിരുന്നു, ഇപ്പോൾ നിലവിൽ 6 ആണ്. ഭരണഘടനയിലെ അടിസ്ഥാന കടമകൾ ഉൾപ്പെടുത്തിയ ഭേദഗതി 1976 42ാമത് ഭേദഗതി പ്രകാരമാണ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് ഏതാണ്? ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ഭരണഘടനയുടെ രക്ഷകൻ എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? സുപ്രീം കോടതിയാണ് ഭരണഘടനയുടെ രക്ഷകൻ എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര പട്ടികകളാണ് ഉള്ളത്? 12 പട്ടികയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉള്ളത്. ഇന്ത്യയിൽ യൂണിയൻ പട്ടിക, സംസ്ഥാന പട്ടിക, സംയുക്ത പട്ടിക എന്നിവ ഉൾക്കൊള്ളുന്ന ഭാഗം ഏതാണ്? ഭാഗം 7 ലിസ്റ്റുകൾ അഥവാ പട്ടികകളെ കുറിച്ച് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ അടിയന്തരാവസ്ഥ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ഭാഗത്താണ്? ഭാഗം 18 അടിയന്തരാവസ്ഥകളെ കുറിച്ച് പറയുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി. അടിയന്തരാവസ്ഥകളെ കുറിച്ച് പറയുന്ന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം 18. ഇന്ത്യൻ ഭരണഘടനയിൽ മതസ്വാതന്ത്ര്യം നൽകുന്ന അവകാശം ഏതാണ്? ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിൾ ആണ് മതസ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത്. സ്വത്തവകാശം മൗലികാവകാശ പട്ടികയിൽ നിന്ന് മാറ്റിയത് ഏത് ഭേദഗതിയാണ്? 44ാമത് ഭരണഘടനാ ഭേദഗതിയാണ് സ്വത്തവകാശത്തെ മൗലികാവകാശ പട്ടികയിൽ നിന്ന് മാറ്റിയത്. അയിത്ത ആചരണ നിരോധനം ആർട്ടിക്കിൾ ഏതിലാണ്? ആർട്ടിക്കിൾ 17 അയിത്താചരണം നിരോധിക്കുന്നത്. ഭരണഘടന വേണമെന്ന ആശയം മുന്നോട്ട് വച്ചത് ആരാണ്? MN റോയ് ആണ് ഭരണഘടന വേണമെന്ന ആശയം മുന്നോട്ട് വച്ചത്. MN റോയ് ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണ്? BR അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായി ഉണ്ടായിരുന്നത്. ലോകത്തിലെ ആദ്യത്തെ ലിഖിത ഭരണഘടന ഏതാണ്? അമേരിക്കയിലാണ് ലോകത്തിലെ ആദ്യത്തെ ലിഖിത ഭരണഘടന ഉള്ളത്. ഇന്ത്യൻ പൗരത്വത്തെക്കുറിച്ചുള്ള വ്യവസ്ഥകൾ ഏത് ഭാഗത്തിലാണ് ഉള്ളത്? ഭാഗം 2 ഇന്ത്യൻ പൗരത്വത്തെക്കുറിച്ച് പറയുന്നത്. ഭാഗം 2. അടിസ്ഥാന കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ഭാഗത്താണ്? ഭാഗം 4A അടിസ്ഥാന കടമകൾ എത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ ഏക പൗരത്വ വ്യവസ്ഥ ഏത് രാജ്യത്തിൽ നിന്നാണ് സ്വീകരിച്ചത്? ബ്രിട്ടൻ. ഇന്ത്യയിൽ ഏക പൗരത്വ വ്യവസ്ഥ ഏത് രാജ്യത്തിൽ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്? ബ്രിട്ടനിൽ നിന്നാണ്. സാമ്പത്തിക അടിയന്തരാവസ്ഥ ഏതാണ് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 360 സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്നത്. ലോകസഭയുടെ പരമാവധി കാലാവധി എത്രയാണ്? 5 വർഷമാണ് ലോക്സഭയുടെ പരമാവധി കാലാവധി. ധനബിൽ അവതരിപ്പിക്കുന്നത് ഏത് സഭയിലാണ്? ധനബിൽ അവതരിപ്പിക്കുന്നത് ഏത് സഭയിലാണ്? ലോക്സഭയിലാണ്. ഭരണഘടന ഭേദഗതി ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഭരണഘടന ഭേദഗതി ചെയ്യുന്ന ആർട്ടിക്കിൾ 367 ഭരണഘടന ഭേദഗതി ചെയ്യുന്ന ആർട്ടിക്കിൾ 368 ഭരണഘടന ഭേദഗതി പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ ആദ്യ ഭേദഗതി നടന്നത് ഏത് വർഷമാണ്? 1951 പഞ്ചായത്ത് രാജ് വ്യവസ്ഥ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണ്? 73ാമത് ഭേദഗതിയിലാണ് പഞ്ചായത്ത് രാജ് വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 73ാം ഭേദഗതി. നഗരസഭ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണ്? 74ാം ഭേദഗതി. വോട്ടവകാശം 18 ആക്കിയ ഭേദഗതി ഏതാണ്? 61ാം ഭേദഗതിയാണ്. വോട്ടവകാശം 18 ആക്കിയ ഭേദഗതി ഏതാണ്? 61ാം ഭേദഗതി. വിദ്യാഭ്യാസം സംയുക്ത പട്ടികയിലാക്കിയ ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതിയിലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഉറവിടങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയത് ഏത് രാജ്യമാണ്? ബ്രിട്ടൻ. സുപ്രീം കോടതിയുടെ മുഖ്യ ന്യായാധിപനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് സുപ്രീം കോടതിയുടെ മുഖ്യ ന്യായാധിപനെ നിയമിക്കുന്നത്. ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരാണ്?
ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് ഏതു വർഷമാണ്? 1951-52 കാലഘട്ടത്താണ്. ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 343. 343-ലാണ് ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിക്കുന്നത്. CAGയെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. CAG കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഇന്ത്യയിലെ പരമാധികാരം ആരുടെ കൈകളിലാണ് ഉള്ളത്? ഇന്ത്യയിലെ പരമാധികാരം ആരുടെ കൈകളിലാണ്? ജനങ്ങളുടെ കൈകളിലാണ് ഇന്ത്യയിലെ പരമാധികാരം ഉള്ളത്. ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആകുന്നത് എന്തുകൊണ്ട്? രാഷ്ട്രത്തലവൻ തിരഞ്ഞെടുക്കപ്പെടുന്നത് കൊണ്ടാണ് ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആകുന്നത്. മതനിരപേക്ഷത എന്ന ആശയം പ്രിയാമ്പിളിൽ ചേർത്ത ഭേദഗതി ഏതാണ്? 42ാമത് ഭേദഗതി. മതനിരപേക്ഷത എന്ന ആശയം പ്രിയാമ്പിളിൽ ചേർത്ത ഭേദഗതി 42ാം ഭേദഗതിയാണ്. സോഷ്യലിസ്റ്റ് എന്ന പദവും ചേർത്തത് ഏത് ഭേദഗതിയാണ്? സോഷ്യലിസ്റ്റ് എന്ന പദവും ചേർത്തത് 42ാമത് ഭേദഗതിയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങൾ ഏത് ആർട്ടിക്കിളിലാണ് ഉള്ളത്? ആർട്ടിക്കിൾ 51A ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങൾ ഏത് ആർട്ടിക്കിളിലാണ്? ആർട്ടിക്കിൾ 51A. വാക്ക്, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നിവ നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 19-1A ജീവനും വ്യക്തി സ്വാതന്ത്ര്യവും സംരക്ഷിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 21 ജീവനും വ്യക്തി സ്വാതന്ത്ര്യവും സംരക്ഷിക്കുന്ന ആർട്ടിക്കിൾ. വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയ ഭേദഗതി ഏതാണ്? 86ാമത് ഭേദഗതിയാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയ ഭേദഗതി. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ഏത് സഭയുടെ അധ്യക്ഷനാണ്? ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ഏത് സഭയുടെ അധ്യക്ഷനാണ്? രാജ്യസഭയുടെ അധ്യക്ഷനാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി. ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഒരു സംസ്ഥാനത്തിന്റെ ഗവർണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഏത് ആർട്ടിക്കിളിലാണ് ഉള്ളത്? ആർട്ടിക്കിൾ 315 UPSC കുറിച്ച് പറയുന്നത്. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടന നടന്നത് ഏത് വർഷമാണ്? 1956. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ഭാഗത്തിലാണ്? ഭാഗം 3 ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയ ഭാഗം. 11ാമത് ഷെഡ്യൂളിലാണ് പഞ്ചായത്ത് രാജ് വ്യവസ്ഥകളെ കുറിച്ച് പറയുന്നത്. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്ന ആർട്ടിക്കിൾ എത്ര മുതൽ എത്ര വരെയാണ് ഉള്ളത്? ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലിക അവകാശങ്ങൾ. സമത്വ അവകാശം ഉൾക്കൊള്ളുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 14 മുതൽ 18 സമത്വ അവകാശം ഉൾക്കൊള്ളുന്നത്. പദവികൾ നിരോധിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 18 പദവികൾ നിരോധിക്കുന്നത്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾക്കൊള്ളുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾക്കൊള്ളുന്നത്. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയ സഭയാണ് ഭരണഘടനാ നിർമ്മാണ സഭ. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാൻ നിർദ്ദേശിച്ച കമ്മിറ്റി ഏതാണ്? 1946 ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരമാണ് ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നിരിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എപ്പോഴാണ്? 1946 ഡിസംബർ 9 ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നിരിക്കുന്നത്. 1946 ഡിസംബർ 9. ആ ആദ്യ സമ്മേളനത്തിൽ താൽക്കാലിക അധ്യക്ഷനായി വന്നത് ആരാണ്? സച്ചിദാനന്ദ സിൻഹയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഭരണഘടനയുടെ കരട് തയ്യാറാക്കിയ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായി ഉണ്ടായിരുന്നത്.